ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 20-25 വയസ്സുള്ള ഒരു പയ്യൻ ഒരു 50 വയസ്സുള്ള അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാളോട് എടാ ഇങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കേട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നും? എന്തൊരു മര്യാദയില്ലാതെ ചെറുക്കുന്നത് അല്ലേ? പ്രായമായവരുടെ ഒരു ബഹുമാനം ഇല്ല എന്നുള്ള സംഗതി ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകമാകേണ്ടതല്ലേ? നമ്മൾ ആരാണേലും പ്രായത്തെ ബഹുമാനിക്കുക എന്നുള്ള സംഗതിയുണ്ട് അല്ലേ? ഇപ്പം ഞാൻ ഈ സബ്ജക്റ്റ് പറഞ്ഞത്, ഇപ്പോൾ പോലീസുകാർ ചിലപ്പോൾ ക്രിമിനലുകളോട് ചിലപ്പോൾ അങ്ങനെ പെരുമാറും. ക്രിമിനൽ മൈൻഡുള്ള ആളുകളുടെ ക്രിമിനലുകളോട് ഒരുപക്ഷെ ചെറുപ്രായത്തിലുള്ള പോലീസുകാർ അവരോട് ചിലപ്പോൾ ഇടാപോടാ അല്ലെങ്കിൽ തെറിയൊക്കെ വിളിച്ചിരിക്കും പ്രായമുള്ളവരോട്. എന്നാൽ പലപ്പോഴും അതല്ലാതെ സംഭവിക്കുന്നുണ്ട് അല്ലേ? വെറുതെ വഴി നടന്നു പോകുന്ന ആളെ ഇങ്ങോട്ട് വന്നിടാന്ന് പറയും, അവരെ വണ്ടി എഴുന്നേച്ച് പോലീസുകാർ. അപ്പോൾ ആ ഇങ്ങോട്ട് വന്നിടാന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനായിരിക്കും, അവനേക്കാളും ഒരു ഒത്തിരി പ്രായമുള്ള ആളായിരിക്കും. ഒരു പക്ഷേ ആയിരിക്കും വിളിക്കുന്നത്, ഇങ്ങ് വന്നിടാ എന്ന് പറയും, ചിലപ്പോൾ തെറിയും പറയും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അധികാരത്തിലുള്ളവർ ആരും ആയിക്കോട്ടെ, നമുക്കെല്ലാവർക്കും പരസ്പരം ബഹുമാനിക്കാനൊരു ബാധ്യതയില്ലേ? അല്ലേ? പ്രായത്തെ ബഹുമാനിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ ഒരു കാര്യം അന്വേഷിക്കാനാണെങ്കിലും പലപ്പോഴും അവർ അങ്ങോട്ട് വിളിക്കാറുള്ളത്, ആ അധികാരം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വിളിക്കും. പക്ഷെ നമ്മളെല്ലാം സാധാരണയായിട്ട് പാലിക്കേണ്ട ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ, നമ്മളെക്കാൾ പ്രായമുള്ള ആളുടെ അടുത്ത് എഴുന്നേറ്റ് നിൽക്കുക, അവരെ ബഹുമാനിക്കുക, അവർ പക്ഷേ വയ്യാത്ത ആളാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുക. ഇതൊക്കെയല്ലേ സാമാന്യ മര്യാദയിൽപ്പെടുന്ന സംഗതി എന്ന് ചോദിക്കും അല്ലേ? പക്ഷെ പലപ്പോഴും അങ്ങനെ കണ്ടുവരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സങ്കടകരമായിട്ട് തോന്നിയിട്ടുള്ള സംഗതി. ഇപ്പോൾ പലപ്പോഴും സിനിമകളിലൊക്കെ പലപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ദൈനംദിന ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പലപ്പോഴും പോലീസുകാർ ഇടപെടുന്ന വിധത്തിലുണ്ട് എനിക്കത് മനസ്സിലായി. അത് അങ്ങനെയല്ല. അവർ തന്നെക്കാൾ ഒത്തിരി പ്രായമുള്ള ആളുകളെയും എടാ പോടാ എന്നൊക്കെ വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൊന്നു പോലീസുകാരെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പിതാവുണ്ട്, മാതാവുണ്ട് അല്ലേ? അതുപോലെ ആരുടെയെങ്കിലും അച്ഛനും അമ്മയും ആയിരിക്കില്ല അവരോടൊക്കെ. അപ്പോൾ നമ്മൾ അവരവരുടെ ക്രിമിനലൊന്നും ആയിരിക്കില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ വിളിക്കുമ്പോൾ ഇനി വന്നിടാന്നല്ലേ പറയുള്ളൂ. ചിന്തിച്ചു നോക്കി. അപ്പോൾ നമ്മളുടെ മകൻ, അവരെ സംബന്ധിച്ച് അവരുടെ മകൻ്റെ പ്രായമൊക്കെ ഒരുപക്ഷെ ഈ പോലീസുകാരനെ ഇപ്പോൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു മാനസിക വിഷമം ഉണ്ടാകത്തില്ലേ? ചിന്തിച്ചു നോക്കി. ഒരുപക്ഷെ ക്രിമിനലാണ്, ഒരു സത്യം തെളിയിക്കാൻ ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം, അത് വേറെ. ഞാൻ അല്ലാത്തൊരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ നോർമൽ കേസിൽ ഇടപെടുന്ന വിധങ്ങളിൽ പലപ്പോഴും അങ്ങനെയുള്ള മര്യാദകൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ള സങ്കടകരമായ സംഗതിയാണ് എനിക്ക് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ മാത്രമല്ലാതെ ഈ ഒരു മേഖല എല്ലാ സ്ഥലങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ആളുകൾ എത്ര ആദരപൂർവ്വം പ്രായമായവരോട് ഇടപെട്ടിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ തീർച്ചയായിട്ടും നമ്മളെക്കാൾ പ്രായമുള്ള ഏതൊരാളെയും ബഹുമാനിക്കുക, എഴുന്നേറ്റ് നിൽക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ബസ്സുകളിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മളിരിക്കുന്നു, ചെറുപ്പക്കാരായി നമ്മളിരിക്കുന്നു. അപ്പോൾ പ്രായമായ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരപ്പച്ചനോ ഒക്കെ കമ്പിയെ തൂങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ബസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റുകൊടുക്കുക, അവർക്ക് സീറ്റ് കൊടുക്കും അല്ലേ? അപ്പോൾ അതൊരു മര്യാദയാണ്. അത് പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള തത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അച്ഛനോ ഒക്കെ അല്ലെങ്കിൽ ആരോ നമ്മളെക്കാൾ മുതിർന്ന ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ അവിടെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കാലം ഒത്തിരി മാറിപ്പോയി. ഇപ്പം ഞാനത് കാണുന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ കയറി വരുന്നത് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ഈ കുട്ടികൾ ആയിരുന്നിടത്ത് ഇരിക്കുന്നതല്ലാതെ അവിടുന്ന് എഴുന്നേൽക്കുന്ന സംഗതി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ സ്ത്രീകളാണെങ്കിലും പലപ്പോഴും ആ ഒരു മാതൃക ചെയ്യാൻ കണ്ടിട്ടില്ല. കയറി വരുന്ന പുരുഷന്മാർ തന്നെക്കാൾ പ്രായമുള്ളവരാണെങ്കിലും എന്താണെങ്കിലും അവരും ഒരു പകതിരിവില്ലാതെ ആ ഒരു ബഹുമാനം കണ്ടില്ല. അപൂർവം ചില വ്യക്തികൾ മാത്രം ഇപ്പോഴും അത് പുലർത്തുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു തറവാടിത്തമാണ്. ഞാൻ നോക്കിയിട്ട് നല്ലൊരു സംഗതിയാണ്. തന്നെക്കാൾ പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാൻ നിൽക്കുന്നത് ഏത് കൺട്രി ചെന്നാലും അത് സ്വാഭാവികമായിട്ടും ആളുകൾ ചെയ്യുന്നൊരു സംഗതിയാണ്. എന്നാൽ ഇപ്പോഴത്തെ യുവതലമുറ അതെല്ലാം മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന സംഗതി. അതെല്ലാ മേഖലകളിലും ദൃശ്യമാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ വിശേഷിച്ച് അധികാരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച്, ഇപ്പോൾ നമ്മൾ അധികാരികൾ ആരും ആയിക്കോട്ടെ, ഇപ്പോൾ പക്ഷേ നമ്മൾ ബാങ്ക് ജീവനക്കാരനോ അല്ലെങ്കിൽ പോലീസുകാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ആരും ആയിക്കോട്ടെ, പക്ഷെ നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന ഒരു തത്വമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ആളുകൾ കൂടുതൽ നമ്മളെ ബഹുമാനിക്കും. ഒന്നുകൂടെ ബഹുമാനം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അധികാരത്തിൽ ഉള്ളതുകൊണ്ട് അവരെ ബഹുമാനിക്കും. പക്ഷേ
ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് അവരുടെ താല്പര്യം ഉണ്ടായിരിക്കില്ല, അല്ലേ? ചിന്തിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങൾ ദാക്ഷ്യത്തോടെ ഇടപെടുന്ന ഒരു പോലീസുകാരനാണെങ്കിൽ, നിങ്ങൾ SI ഒക്കെ ആയിട്ട് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ആ ഒരു മനോഭാവത്തിൽ കാണും? നിങ്ങൾ എത്ര പേര് ബഹുമാനിക്കും? നിങ്ങൾ റഷായിട്ടും വളരെ റൂഡായിട്ടുമാണ് ആളുടെ പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾ പിന്നീട് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നവരല്ലേ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വില കിട്ടും? ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമ്മൾ ആളുകളോട് എങ്ങനെ ഇടപെടുന്നോ അത് തന്നെയായിരിക്കും ആളുകൾ നമുക്ക് തിരിച്ചു തരുന്ന സംഗതി. അതുകൊണ്ട് അവരുടെ നല്ല വിധത്തിൽ ഇടപെട്ടാൽ നല്ല വിധത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ബാധകമാകുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറെ വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.